Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Morning, ma'am. 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 Okay. Then ഇന്ന് എക്സാം എന്തെങ്കിലും ഉണ്ടോ? സ്ട്രെങ്ത് കുറവാണല്ലോ. എക്സാംസ് ഒക്കെ കഴിഞ്ഞോ? 8th ബാച്ചിന്റെ നടക്കുകയാണ് തോന്നുന്നു അല്ലേ? മോഡലോ? ഓക്കെ. Then ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സെയിം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ 2 ക്ലാസ്സോ കൊണ്ട് കംപ്ലീറ്റ് ആകുള്ളൂ. അത്യാവശ്യം നല്ല ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ചാപ്റ്റർ സെയിം തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫെസിലിറ്റി മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ എല്ലാവരും? അതായത് എടുക്കുന്ന ക്ലാസ്സുകള് ഡെയിലി അന്ന് തന്നെ വായിക്കാറുണ്ടോ? പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വായിക്കാട്ടോ. ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ടൈം കിട്ടില്ല എന്നൊക്കെ റീസൺ പറയാം, പക്ഷെ ഒന്ന് വായിക്കാട്ടോ. എക്സാം ഓക്കെ എക്സാം ആയിട്ട് കുറച്ച് പേരൊന്നും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ആയോ? കഴിഞ്ഞോ? 8th ബാച്ചിന്റെ മോഡൽ അല്ലേ നടന്നുകൊണ്ടിരുന്നത്? ഇതിനാണോ കംപ്ലീറ്റ് കഴിഞ്ഞ എക്സാംസ്? ഓക്കെ, അപ്പൊ എക്സാം ഒക്കെ ഉള്ളവര് ക്ലാസ് മിസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മിസ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദെൻ ടൈം കിട്ടുന്നത് പോലെ എക്സാം കഴിഞ്ഞ് നമ്മളുടെ ക്ലാസ് കൂടി കാണാം. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ദെൻ നമ്മൾ ഈ എടുക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാലേ കുറെ ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതല്ല, ഒരുപാട് ലെങ്തി ആയിട്ട് ഒരു പോയിന്റിന് തന്നെ സബ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അധികം ഉണ്ട്. അപ്പൊ ചിലപ്പോ നിങ്ങൾ ക്ലാസ് കേൾക്കാതെ അത് വായിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാം. സോ ക്ലാസ് ആദ്യം കാണുക. ഓക്കെ, റെക്കോർഡ് ക്ലാസ് എന്ത് ചെയ്യുക? ആദ്യം കണ്ടതിന് ശേഷം നിങ്ങൾ വായിച്ചു നോക്കാം. ദെൻ നന്നായിട്ട് എഫോർട്ട് എടുത്ത് തന്നെ നമ്മൾ വായിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. സോ അതനുസരിച്ചിട്ട് പഠിക്കുക. കാരണം കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ചെറിയ ചെറിയ പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് അത് പ്രത്യേകം പഠിക്കുക എന്ന് പറയുന്നത്. സോ വായിക്കുമ്പോൾ അതുകൊണ്ട് ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ് മിസ്സായിട്ടുള്ള ഒരാൾ ഓക്കെ. ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെസിലിറ്റി മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എഞ്ചിനീയറിംഗ് കൺട്രോൾ. ഓക്കെ, എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് അറിയാലോ, അഡ്മിനിസ്ട്രേറ്റീവ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. നോക്കാം. എൻക്ലോസിംഗ് വർക്ക് പ്രോസസ് ഓർ
confining work operations, installing general and local ventilation systems, and periodic maintenance of equipment. ഇങ്ങനെയാണ് എഞ്ചിനീയറിംഗ് നിയന്ത്രണങ്ങൾ. മീൻസ് നമ്മൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എൻക്ലോസിംഗ് വർക്ക് പ്രോസസ് ഇല്ലേ, അതായത് എൻക്ലോസിംഗ് എന്ന് വെച്ചാൽ എന്താണ്, വർക്കിന് ഒരു കെട്ടുറപ്പ് നൽകാനൊക്കെ പറയില്ലേ, അതായത് എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടമൊക്കെ വഹിച്ചിട്ട് ആ ജോലിക്ക് ഒരു എന്താ പറയാ ഒരു ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഒരു കെട്ടുറപ്പ് നൽകുക. കൺഫൈനിങ് വർക്ക് ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ എന്താണ് വർക്ക് ഓപ്പറേഷൻസ്, നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺഫൈൻസ് കറക്റ്റ് ആക്കുക എന്നുള്ള ഒരു മീനിങ്. എല്ലാത്തിനെയും നല്ലൊരു രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുക ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെയും. Installing general and local ventilation system and periodic maintenance of equipments. അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള വെന്റിലേഷൻ സിസ്റ്റങ്ങളും മറ്റും എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എക്യുപ്മെന്റ്സുകളൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യുക. ഹോസ്പിറ്റലിൽ നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾ പഠിച്ചതല്ലേ, ഡിപ്ലോമയിൽ പഠിച്ചോ? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ചാപ്റ്റർ പഠിച്ചില്ലേ അല്ലെ? അപ്പൊ നമ്മൾ ഒരുപാട് എക്യുപ്മെന്റ്സ് പരിചയപ്പെട്ടു നിങ്ങൾ അതില് അല്ലെ. നമ്മൾക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സുകളുണ്ട്, അല്ലാതെ തന്നെ നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സുകൾ നമ്മൾ എക്യുപ്മെന്റ് ചാപ്റ്ററിലൂടെ പഠിച്ചു. അപ്പൊ ഈ എക്യുപ്മെന്റ്സുകളെല്ലാം ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ അതിനെല്ലാം എന്ത് വേണം, ഇടയ്ക്ക് ഒരു പീരിയോഡിക് ആയിട്ട് ആനുകാലികമായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യണം. അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടോ, പഴയതാണോ, റീപ്ലേസ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻസ് ചെയ്യുക. അതെല്ലാമാണ് എഞ്ചിനീയറിംഗ് കൺട്രോളിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി, അവിടെ അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, വർക്ക് പ്രാക്ടീസ് കൺട്രോൾ. വർക്ക് പ്രാക്ടീസ് കൺട്രോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ. വർക്ക് ചെയ്യുമ്പോൾ നോക്കാം, following proper procedures that minimize exposure, operating, production and control equipment. In the exposure എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോഷർ മീനിങ് എന്താ പറയാ, എക്സ്പോഷർ എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? എക്സ്പോഷർ, എക്സ്പോസ് ചെയ്യാന്നൊക്കെ പറയാറില്ലേ, എന്താ മലയാളത്തിൽ പറയാം? എക്സോസ്റ്റ് ചെയ്യാന്നാണോ? എക്സ്പോഷർ, എക്സ്പോഷർ സമ്പർക്കം എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. അടുത്തിടപെടുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് സമ്പർക്കം. നോക്കാം, following proper procedures അല്ലെ, that minimize exposure, operating, production and control equipment അല്ലെ. അതായത് പ്രൊഡക്ഷൻസിലും കൺട്രോൾസിലും വരുന്ന ഉത്പാദനവും അതുപോലെ കൺട്രോള് നിയന്ത്രണ ഉപകരണങ്ങളെല്ലാം, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പല പല എക്യുപ്മെന്റ്സുകളുണ്ട്. അതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വേണം അതിനോട് ഒരു എക്സ്പോഷർ സമ്പർക്കം പുലർത്താനായിട്ട്. അതായത് റിസ്കുകളൊക്കെ ഉണ്ടാകും അല്ലേ, ഓരോ എക്യുപ്മെന്റുകളും അറിയാലോ എത്രത്തോളം റിസ്ക്കുള്ള അപകട സാധ്യതയുള്ള ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ അപകടങ്ങളൊക്കെ വരും. സോ നമ്മൾ അതുകൊണ്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനോട് അടുത്തിടപെടുമ്പോൾ, കാരണം എക്സ്പോഷർ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്യുപ്മെന്റിനോട് അടുത്തിടപെടുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഇടപെടണം. ശരിയായിട്ടുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മള് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചോ നിങ്ങള്? പഠിച്ചോ മെഡിക്കൽ ഗ്യാസ്? അതില് നമ്മള് എങ്ങനെയാണ്, അതൊരു എക്യുപ്മെന്റ് തന്നെയാണ് അല്ലെ, എക്യുപ്മെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ ഗ്യാസുകൾ അത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം, സേഫ് ഹാൻഡിലിംഗ്, യൂസിങ്, ലിഫ്റ്റിംഗ്, ട്രാൻസ്പോർട്ട്, പഠിച്ച പോയിന്റ്സുകള് എന്തുകൊണ്ടാണ് നമ്മൾ അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായ രീതിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സേഫ് പ്രോട്ടോകോൾസും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഓരോ എക്യുപ്മെന്റ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എക്യുപ്മെന്റിനോട് സമ്പർക്കം പുലർത്തണം അല്ലെ. പുലർത്താന്ന് വെച്ചാൽ നമ്മൾ അതിനോട് അടുത്ത് ഇടപെടുമ്പോൾ അത് ശരിയായ രീതിക്ക് അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ നമുക്ക് അപകടങ്ങളെയൊക്കെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? നമ്മൾ ഓരോ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഞാൻ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടണം, നമ്മള് പഠിച്ചതാണിത് അല്ലെ. മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യണം അല്ലേ, ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാം. അല്ലാതെ നമ്മൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ നമ്മൾ പഠിച്ച കാര്യത്തിലോട്ട് കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ പറയുമ്പോഴല്ലേ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആണോ? ഓക്കെ,
Second point നോക്കാം. Inspecting and maintaining process and control equipment on a regular basis. അല്ലെ, അതായത് സ്ഥിരമായിട്ട് എക്യുപ്മെന്റുകളൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കുകയും ചെയ്യുക, മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും എക്യുപ്മെന്റുകൾ പ്രവർത്തിക്കാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. സോ നേരത്തെ തന്നെ എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, എല്ലാം വർക്കിംഗ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Implementing good housekeeping procedures. നല്ല ഹൗസ് കീപ്പിംഗ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് വേണം കൊണ്ടുവരാൻ. എന്താ ഹൗസ് കീപ്പിംഗ്? പഠിച്ചതാണല്ലോ, ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയണില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഹൗസ് കീപ്പിംഗ് എന്താ പറയാ, ക്ലീനിങ് സെക്ഷൻ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ലൊരു ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ആയിരിക്കണം ചെയ്യേണ്ടത്. ടോയ്ലറ്റ് ക്ലീനിങ് എങ്ങനെയാണ്, അല്ലെ, ബാത്റൂം ക്ലീനിങ്, ഓരോ റൂം ക്ലീനിങ്, വാർഡ് ക്ലീനിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചോ? ഓക്കെ, പഠിച്ചു. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു പോകുന്നില്ല. Then providing good supervision. നല്ലൊരു സൂപ്പർവിഷൻ ചെയ്യണമെന്ന് എല്ലാ പ്രവർത്തനങ്ങളെയും, സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളെ, ഇപ്പോൾ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ, എക്സ്റേയിലെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ OPD-യിലെ പ്രവർത്തനങ്ങൾ, വാർഡിലെ പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. അവരവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നുണ്ടോ, അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു രീതിയിൽ നല്ലൊരു സൂപ്പർവിഷൻ, നല്ലൊരു മേൽനോട്ടം വഹിക്കുക. Then last one, mandating that eating, drinking, smoking, chewing tobacco or gum, and applying cosmetics in regulated area be prohibited. Okay, അതുപോലെ തന്നെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ നമുക്കറിയാം. ഹോസ്പിറ്റലിൽ കുറെ ഏരിയകൾ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ട്, അല്ലെ. ഏതൊക്കെയാണ് പ്രൊഹിബിറ്റഡ് ഏരിയ? എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ്? ICU പറയാം, OT അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ, റേഡിയോളജി, വേറെ എന്തൊക്കെയുണ്ട്, സ്കാനിങ് എടുക്കുന്ന ആ ഒരു ഏരിയ, സ്കാനിങ്ങിന്റെ ഒരു പ്ലേസ്, അല്ലെ, ലബോറട്ടറി, ഇതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്, അല്ലെ. സോ അങ്ങനെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ആ ഒരു നിയന്ത്രിത, പ്രൊഹിബിറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഡയാലിസിസ് പറയാം, അല്ലെ. അങ്ങനെ ഒത്തിരി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അതിലേക്ക് മറ്റൊരാൾക്ക് പ്രവേശനമില്ല. പേഷ്യൻസിനും ചിലപ്പോൾ അത്യാവശ്യം പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അതുപോലെ ലീഗൽ റൂം, അതൊക്കെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ്, അല്ലെ. സോ ഈ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയകളെല്ലാം ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യാനോ സ്മോക്ക് ചെയ്യാനൊക്കെ പാടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലബോറട്ടറിയിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങള്? ക്ലാസ് ഫുഡ് കഴിക്കാനൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പഠിച്ചോ? ഓക്കെ, ആർക്കും ഓർമ്മ വരുന്നില്ലേ? ക്ലാസ്സുകളൊക്കെ ലബോറട്ടറിയിലൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ടീച്ചേഴ്സിന് മാത്രം ഓർത്താൽ മതിയോ? പഠിച്ചിരിക്കുന്നത് നിങ്ങളല്ലേ, ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഫുഡ് കഴിക്കാൻ പാടില്ല, ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല, ചുയിങ്കം ചേർക്കാൻ പാടില്ല, അതുപോലെ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സൗന്ദര്യ വസ്തുക്കൾ, ക്രീംസും മറ്റൊന്നും ഉപയോഗിക്കാനും പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള്. മേക്കപ്പ്. ഓക്കെ, മേക്കപ്പ് ആണോ കാരണം ഉദ്ദേശിച്ചത്? മേക്കപ്പ് എന്ന് പറയാനാണോ നോക്കിയത്? ഓക്കെ, അതായത് മറ്റേ ക്രീംസും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് അലൗഡ് അല്ല. നമ്മൾ പറയാറില്ല, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നോക്കിയിട്ട് പ്രവേശിപ്പിക്കുന്നത്. ഓർണമെന്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാടില്ല. ഓക്കെ, വർക്ക് പ്രാക്ടീസ് കൺട്രോളിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് വായിച്ചു നോക്കി, ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ ഒരു നിയന്ത്രണം? ഓവറോൾ ആയിട്ട് ഹോസ്പിറ്റലിലുള്ള കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. When effective practice and or engineering controls are not feasible to achieve the permissible exposure limit, or while such controls are being instituted and in emergencies.
appropriate respiratory equipment must be used. അതായത് നമ്മൾ പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് കൺട്രോളിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞല്ലോ പോയിന്റ്സുകൾ കുറെ അല്ലെ. ഫുഡ് കഴിക്കാൻ പാടില്ല, സൂപ്പർവിഷൻ വേണം, നല്ലൊരു ഹൗസ് കീപ്പിംഗ് വേണം, എക്യുപ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ഒന്നും ഫീസിബിൾ ആവാത്ത രീതിയിൽ, ഫീസിബിൾ എന്ന് വെച്ചാൽ എന്താണ്, നോട്ട് ഫീസിബിൾ, സാധ്യമല്ലാത്ത രീതിയിൽ, അതായത് ഈ ഒരു സിറ്റുവേഷൻസിലൊന്നും ഇതൊന്നും നടക്കാതെ വരുന്ന ഒരു അവസ്ഥയില്ല. നമ്മള് ഈ സമ്പർക്കത്തിലേക്ക് ലിമിറ്റ് ചെയ്യാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സമ്പർക്കം എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോ മറ്റുള്ള പേഷ്യൻസിൽ നിന്നുള്ള സമ്പർക്കമാകാം, അല്ലെങ്കിൽ ഇതുപോലെ എക്യുപ്മെന്റ്സുകൾ, നമ്മളിപ്പോ റേഡിയേഷൻ അങ്ങനെയൊക്കെ പറയുന്ന എക്യുപ്മെന്റ്സുകളോടൊക്കെ നമുക്ക് അധികം സമ്പർക്കം പാടില്ല എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇടപെടല്, അതിനൊരു ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് വേണം. സോ അതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. In addition, personal protective equipment യൂസ് ചെയ്യാം അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPE വരുന്നത് ഏതൊക്കെയാണ്, സമ്പർക്കമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഗ്ലൗസ്, ഗ്ലൗസ്, അതുപോലെ തന്നെ സേഫ്റ്റി ഷൂസ് ധരിക്കുന്നു, ഹെൽമെറ്റ്, മാസ്ക് അല്ലെ, എന്നിങ്ങനെയുള്ള നമുക്ക് ധരിക്കാവുന്നു. നോക്കിയേ, personal protective equipment such as gloves, safety goggles, kannadagal, helmet, safety shoes and protective clothing may be also required. ക്ലോത്തിങ് ധരിക്കാറില്ലേ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഒപ്പം തന്നെ. കോവിഡ് വന്ന ടൈമില് ഓർമ്മയില്ലേ എല്ലാവർക്കും, ആ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിരുന്നത് വൈറ്റ് കളറിലെ ഫുൾ ലെങ്തി ആയിട്ടുള്ളത്, കൈയും അല്ലെങ്കിൽ കാലൊക്കെ ഫുള്ള് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഒരു ക്ലോത്തിങ് ഉപയോഗിക്കാവുന്നത്. ഇതെല്ലാം നമുക്ക് എക്സ്പോഷറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇടപെടലിനെ നമുക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PPE ധരിക്കാം. To be effective, personal protective equipment must be individually selected. അത് പേഴ്സണലി ആയിട്ട് ഏതൊക്കെയാണോ വേണ്ടത് അത് പേഴ്സണൽ ആയിട്ട് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാന്ന്. ഏതൊക്കെയാണ് ഞാൻ ധരിക്കേണ്ടത്, അപ്പൊ ഗ്ലൗസ് മാത്രം അല്ലെങ്കിൽ ഗ്ലൗസ് എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾസ് ധരിക്കാം, അല്ലെങ്കിൽ ആ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് ധരിക്കാം. അത് ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ട് ചൂസ് ചെയ്യാം. പ്രോപ്പർലി ഫിറ്റഡ് ആൻഡ് periodically refitted consciously and properly worn. അത് പേഴ്സണൽ ആയിട്ട് അവർക്ക് ചൂസ് ചെയ്യാം, പക്ഷെ അത് ഫിറ്റഡ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലൗസ് ഇട്ടു, ഒരു ഫിറ്റഡ് അല്ലാത്ത ഗ്ലൗസ് ഇട്ടിട്ട് അതിന് ഉപയോഗമുണ്ടോ? ഗ്ലൗസ് നിങ്ങൾ ധരിച്ചു, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്ക് അല്ലെ, നമ്മള് ഇപ്പൊ കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ മാസ്ക് ധരിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പൊടിയും മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ മാസ്ക് വെക്കാം. ഈ മാസ്ക് എപ്പോഴും എന്താണ്, കറക്റ്റ് നമ്മുടെ ഫേസിനും അല്ലെങ്കിൽ നമ്മുടെ നോസും നമ്മുടെ വായും മൂക്കൊക്കെ കവർ ചെയ്യുന്ന മാസ്ക് വേണം ധരിക്കാൻ. അല്ലെങ്കിൽ വെറുതെ ഇതിൽ കൂടി നമ്മൾ പൊടിയൊക്കെ സൈഡിൽ കൂടി ഗ്യാപ്പിൽ കൂടി കയറിയിട്ട് മാസ്ക് വെക്കുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? പ്രോപ്പർലി ഫിറ്റ് ആയിട്ടുള്ള മാസ്ക് വേണം നമ്മൾ ധരിക്കാൻ അല്ലേ. ഇവിടെ പറയുന്നത് പേഴ്സണലി ആയിട്ട് നമുക്ക് ഏത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, പക്ഷെ അത് പ്രോപ്പർ ആയിരിക്കണം, കൃത്യമായിട്ട് ഫിറ്റഡ് ആയിട്ടുള്ള ധരിക്കണം. അതുപോലെ തന്നെ പീരിയോഡിക്കലി റെഫിറ്റഡ് മീൻസ് പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് നമുക്ക് ചിലപ്പോൾ ചിലത് വീണ്ടും ഉപയോഗിക്കാൻ, മീൻസ് അത് നശിച്ചു പോകാതെ, ഗ്ലൗസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ചില ഗ്ലൗസുകൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം, വീണ്ടും നമുക്ക് എടുക്കാം അല്ലേ. അപ്പൊ അത് നശിപ്പിക്കാത്ത രീതിയിൽ അതിനെ യൂസ് ചെയ്യാവുന്നത്. ദെൻ കോൺഫിഷ്യൻസ്ലി ആൻഡ് കോൺഫിഷ്യൻസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ് പറയാം? കോൺഫിഷ്യൻസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസാക്ഷിയൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. ഇവിടെ മനസാക്ഷി ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിൽ നമുക്ക് കംഫോർട്ട് ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പർലി ധരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് പറയുന്നത് അല്ലെ. നമുക്ക് ചില ഡ്രസ്സുകൾ നിങ്ങൾ ഇടുമ്പോ നിങ്ങൾക്ക് കംഫോർട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യും ഇല്ലേ, കംഫോർട്ട് അല്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഫംഗ്ഷനിൽ പോയി വിചാരിക്കാം, അപ്പൊ നമുക്കത് ഇട്ടു, ചിലപ്പോൾ നിങ്ങൾ തയ്പ്പിച്ചതായിരിക്കാം, പക്ഷെ ഒന്നില്ലെങ്കിൽ ലൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിറ്റ് ആയിരിക്കാം. നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല സ്വയം ഇല്ലേ. പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ആണോ? ചില ഡ്രസ്സുകൾ നമ്മൾ പുതിയത് വാങ്ങിച്ചു, ചിലപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തു, പക്ഷെ ചിലപ്പോൾ മെറ്റീരിയലിന്റെ കുഴപ്പമാകാം, ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കാം അല്ലെ. നമുക്ക് മനസ്സിനൊരു എന്താ പറയാ, ഒരു സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് കിട്ടില്ല. നമുക്കൊരു എന്താ പറയാ, നമ്മൾ ആ ഡ്രസ്സ് ഇട്ടാൽ തന്നെയും അന്നത്തെ ദിവസം ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇല്ലേ, സാറ്റിസ്ഫൈഡ് ആകില്ല. ആ ഒരു മീനിങ് ആണ് ഇവിടെ പറയുന്നത്. കോൺഫിഷ്യൻസിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് തൃപ്തി ഉണ്ടാവില്ല. അതെ, മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അങ്ങനെയല്ലേ, തെറ്റിട്ടൊരു തൃപ്തി ഇല്ല എന്ന് പറയും.
സോ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തൃപ്തിയുള്ള രീതിയിൽ വേണം നമ്മൾ ധരിക്കുവാനത്. ഓക്കെ, അതുകൊണ്ടാണ് പേഴ്സണൽ ആയിട്ട് നമുക്ക് ഏതാണോ ഫിറ്റ് ആയിട്ടുള്ളത്, നമുക്ക് കറക്റ്റ് കോൺഫിഡന്റ് ആയിട്ടുള്ളത് ഏതാണോ അത് കൃത്യമായിട്ടും പ്രോപ്പർ ആയിട്ടും ധരിച്ചിരിക്കുക. ഓക്കെ, then regularly maintained and replaced as necessary. റെഗുലർ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ എത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിക്കുമ്പോഴും ഇങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ്റ്റി എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കണം. ദെൻ ആവശ്യമുള്ളപ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. അല്ലെ, ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഒക്കെ മാറ്റുക, അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ഡ്രസ് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആണോ ആ ഒരു സെക്ഷൻ? എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ തന്നെ സ്വയം റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ധരിക്കുക? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക. നമുക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്യാം, ഫിറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യും. ഈ പഠിച്ചു നോക്കിക്കോളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് ഓവറോൾ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഓരോ വരി വെച്ച് നമുക്ക് എടുത്ത് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ബോറിംഗ് ആയിരിക്കാം. അതുകൊണ്ടാണ് ടീച്ചർ അത് വായിച്ചിട്ട് അതിന്റെ ആ ഒരു സംഗ്രഹമായിട്ട് പറഞ്ഞു തരുന്നത്. കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ബോറടിപ്പിക്കാത്ത രീതിയിൽ, ബോറിംഗ് എന്നല്ല, നിങ്ങൾക്ക് എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കാം. മാക്സിമം ഞാൻ അങ്ങനെയാണ് അത് ശ്രമിക്കുന്നത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങളോട്. ഓക്കെ ആണോ? ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? കാരണം ഈ ഒരു സെക്ഷൻ അങ്ങനെയാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ചിലർക്ക് കൊമേഴ്സ് എടുത്തവർക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഏതൊരു രീതിയിൽ കൊമേഴ്സ് എടുത്തവർക്ക് പോലും ചിലപ്പോൾ കുറച്ച് ക്ലിയർ മീൻസ് നമുക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ അത് അങ്ങനെ ക്ലിക്ക് ആകില്ല. അങ്ങനെയുള്ള സെന്റൻസുകളാണത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ചാപ്റ്റർ കഴിയാറായല്ലോ. ഒരു ക്ലാസ് കൂടി മാക്സിമം അറിയുന്നത് തോന്നുന്നു കേട്ടോ. വായിച്ചു നോക്കാം. എന്തെങ്കിലും എവിടെയെങ്കിലും മനസ്സിലാവാറുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഡൗട്ട് വെച്ചിട്ടിരിക്കാൻ പാടില്ല. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടീച്ചർ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പഠിക്കാം. ഒരുപാട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എക്സാമിന് വരുന്നത് എന്തായാലും പുറത്തുനിന്നൊന്നും വരാൻ പോകില്ല, അല്ലേ? നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പഠിക്കാം. വായിച്ചു നോക്കാം. ഇത് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാലോ. എല്ലാ എക്സാമിനും നമുക്ക് വരുന്നത് അല്ലേ? ഗ്ലൗസ്, പിന്നെന്താ ഹെൽമെറ്റ്സ്, ഗൂഗിൾസ്, ഷൂസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, വേറെ പ്രത്യേകിച്ച് അതിൽ അണ്ടർലൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒരു പ്രാവശ്യം വായിച്ചു നോക്കണേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കി, എക്സാമ്പിൾ ഓഫ് ജോബ് ഹസാർഡ്സ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ ജോലി എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഈ ഹോസ്പിറ്റൽ ജോബ് കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ജോലികളിലും നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ കുറെ ഹസാർഡ്സുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി നോക്കാം. സ്പില്ലേജ്, ബയോമെഡിക്കൽ വേസ്റ്റ് ഓർമ്മയുണ്ടോ? വേറെ എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു റേഡിയേഷനിൽ നിന്നുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു, ലബോറട്ടറിയിൽ നിന്നും സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ, അല്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാത്തിൽ നിന്നും നമുക്ക് കുറച്ച് റിസ്കുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നു. റിസ്കുകൾ നേരിടുമ്പോൾ അത് സേഫ് ആയിട്ട് നേരിടാനുള്ള പ്രിക്കോഷൻസും നമുക്ക് പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് കെമിക്കൽ ഹസാർഡ്സ് ആണ്. കെമിക്കൽ ഹസാർഡ്സ്, സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ലബോറട്ടറിയുമായിട്ട് എന്താണ് മീൻസ് ലബോറട്ടറി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന അപകടങ്ങളാണ് കെമിക്കൽ ഹസാർഡ്സിൽ കൂടുതൽ വരുന്നത്. Harmful chemical components in the form of solid, liquid gases, mist, dust, fumes and vapors exert toxic
efforts by inhalation, breathing, absorption through direct contact with the skin, or investigation, eating or drinking. അതായത് നമുക്കറിയാം അല്ലെ, ലബോറട്ടറിയിൽ പലതരത്തിലുള്ള കെമിക്കൽസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ലബോറട്ടറി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരില്ല? ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിലുണ്ടോ? ഇല്ല. പഠിച്ചിട്ടുള്ളവരുണ്ട് ആരെങ്കിലും ലബോറട്ടറി ഫീൽഡില്? ഇല്ല. ഓക്കെ, ചില ബാച്ചിലൊക്കെ ഉണ്ടാവും, നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ ഫീൽഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്ന കാര്യത്തിലേക്ക് കുറച്ചുകൂടി പറ്റുവാൻ. ഓക്കെ, കുഴപ്പമില്ല. കെമിക്കൽ ഹസാർഡ്സിൽ അപ്പോൾ വരുന്നത് മെയിൻ ആയിട്ട് ലബോറട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ പറയുന്നത് ലബോറട്ടറിയിൽ ഹാർംഫുൾ ആയിട്ടുള്ള അല്ലെ, ദോഷകരമായിട്ടുള്ള പല കോമ്പോണൻസുകളും സോളിഡ് രൂപത്തിലുണ്ടാകാം, ലിക്വിഡ് ഫോമില്, ഗ്യാസസില്, മിസ്റ്റില്, ഡസ്റ്റ്, ഫ്യൂംസ് എന്ന് വെച്ചാൽ എന്താണ്? പുക അല്ലെ. അങ്ങനെ പല രീതിയിലും നമ്മൾ ലബോറട്ടറിയിലെ കെമിക്കൽ കോമ്പോണൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യന് ദോഷം ആണോ? ഹ്യൂമൻ ബോഡിക്ക് ദോഷകരമാണോ? അല്ലയോ? ആണ് അല്ലെ. പല രീതിയിലും ദോഷം ചെയ്തു, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം, അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, മറ്റു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം അല്ലേ. സോ ഇവിടെ പറയുന്നത് ലബോറട്ടറിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സോളിഡ് ആയിട്ടുള്ളതും ലിക്വിഡ് ആയിട്ടുള്ളതും ഗ്യാസസിന്റെയും ഡസ്റ്റിന്റെയും ഫോമിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന എന്താണ് സംയുക്തങ്ങൾ, കോമ്പോണൻസുകൾ ബ്രീത്തിങ്ങിനൊക്കെ പ്രോബ്ലം സൃഷ്ടിക്കുന്നു. ഇഫക്ട്സ് ഓഫ് ഇൻഹലേഷൻ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ത്രൂ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് സ്കിൻസ്, ആഗിരണം ചെയ്യാറ്. ആഗിരണം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്കിന്നില് അല്ലെ. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ തെറിക്കുമ്പോ എന്ത് പറ്റും? സ്കിന്നിൽ ചിലപ്പോൾ പൊള്ളൽ സംഭവിക്കാം, അല്ലെങ്കിൽ സ്കിന്നിൽ വല്ല അലർജികൾ വരാം അല്ലേ. അപ്പൊ അത് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇത് ആഗിരണം ചെയ്യുന്നത്, വലിച്ചെടുക്കുന്നത്, ഇത് പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ടാണ് അവർ ഗ്ലൗസ് ധരിക്കുകയും ഈ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഗ്ലൗസ് ധരിക്കാറുണ്ട്. പക്ഷെ ഗ്ലൗസ് ധരിച്ചാലും ചിലപ്പോൾ നമ്മുടെ ഗ്ലൗസിന്റെ ഇപ്പുറത്ത് വേറൊരു ഭാഗത്തൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇത് പൊടി എന്തെങ്കിലും ഒരു കൈ ധരിച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതോ മീൻസ് നമ്മളിത് ഉപയോഗിക്കുമല്ലോ, ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ ആഗിരണം ചെയ്യുമ്പോഴും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും. അലർജി വരാം, അല്ലെങ്കിൽ ഇതുപോലെ പൊള്ളൽ സംഭവിക്കാം അല്ലേ. ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാക്കുന്നത്. ഓർ ഇൻജസ്റ്റഡ് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്, ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിലും അല്ലെങ്കിൽ കുടിക്കുന്ന ആ ഒരു വെള്ളത്തിലൊക്കെ നമ്മൾ ഇതുപോലെ തെറിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാണ്. അതുകൊണ്ടാണ് ലബോറട്ടറിയിൽ പ്രത്യേകം പഠിച്ചത്. ഓർമ്മയുണ്ടോ പോയിന്റ്? ഫുഡ് കഴിക്കാൻ പാടില്ല അല്ലെ, ആ ഒരു ഏരിയയിൽ ഫുഡ് കഴിക്കാൻ പാടില്ല, ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മയുണ്ടോ? പഠിച്ചത് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് അല്ലെ. അപ്പൊ അതിന് ഫുഡ് കഴിക്കാത്തതിനൊക്കെയായിട്ട് വേറൊരു സെപ്പറേറ്റ് സെക്ഷനിലായിരിക്കും സ്റ്റാഫുകൾ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ആ ഒരു ഏരിയയിലായിരിക്കും. കാരണം നമ്മൾ സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ ഇതുപോലെ ഭയങ്കര കെമിക്കൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പിൾസും യൂറിൻ, ബ്ലഡ് കമ്പോണൻസും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം എന്താണ്? ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഐറ്റംസുകളാണ്. സോ അതിനാൽ നമുക്ക് അവിടെ തന്നെ ഈറ്റ് ചെയ്യാനോ ഡ്രിങ്ക് ചെയ്യാനൊന്നും പാടില്ല. Then airborne chemical hazards exist as concentration of mist, vapor, gases, fumes or solids. അതുപോലെ തന്നെ വായുവിലൂടെയും വരാവുന്നത് അല്ലെ. വായുവിലൂടെയും ഇതുപോലെ കെമിക്കൽ ഹസാർഡ്സ് മിസ്റ്റിന്റെ രൂപത്തിലും നീരാവിയുടെ രൂപത്തിലും ഗ്യാസസിന്റെ രൂപത്തിലൊക്കെ വരാം. അപ്പൊ അതും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ എപ്പോഴും ഇത് ധരിക്കണം, മാസ്ക് ധരിച്ചിരിക്കണം. ധരിക്കാറുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലബോറട്ടറിയിൽ നിൽക്കുന്നവര് മാസ്ക് ധരിക്കാറുണ്ടോ? അവരെപ്പോഴും കോവിഡിന് മാത്രമാണോ? ഇപ്പോഴും ചെന്നിട്ടുണ്ടെങ്കിലും അവർ മാക്സിമം എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? എയറിലൂടെയും ഇതുപോലെ ഈ കെമിക്കൽസ് ശരീരത്തിലൂടെ എത്താനായിട്ട് സാധ്യത കൂടുതലാണ് അല്ലെ. മാക്സിമം എന്ത് ചെയ്യാം? മാസ്ക് ധരിച്ചുകൊണ്ടാണ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുക. ലബോറട്ടറിയിൽ മാത്രമല്ല ഹോസ്പിറ്റലിൽ ഏതൊരു സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് എപ്പോഴും മാസ്ക് ധരിക്കുന്നത് സേഫ് ആണ്. Then some are toxic through inhalation and some of them irritate of skin on contact. അല്ലെ. അപ്പൊ ചിലപ്പോൾ വിഷാംശങ്ങൾ ഉള്ളത് നമ്മുടെ ശ്വസന പ്രക്രിയയെ ഇൻഹലേഷന് ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസും മറ്റ് കോണ്ടാക്ട് ചെയ്യുമ്പോഴും പലപ്പോഴും സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, സമ്പർക്കത്തിലൂടെയും വരാം, സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള കെമിക്കൽസ് നമ്മൾ ശ്വസിക്കുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലംസ് വന്നിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? കെമിക്കൽ ഹസാർഡ്സ് വായിച്ചു നോക്കാം കേട്ടോ.
Okay ആണല്ലോ. Then next നോക്കാം ബയോളജിക്കൽ ഹസാർഡ്സ് അല്ലെ. ഇപ്പൊ കെമിക്കൽ കഴിഞ്ഞു. കെമിക്കൽ ഹസാർഡ്സ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിൽ നിന്നൊക്കെയാണ് കെമിക്കൽ ഹസാർഡ്സ് വരുന്നത്. Then next one നോക്കാം ബയോളജിക്കൽ ഹസാർഡ്സ്. This includes bacteria, virus, fungi, and other living organisms that can cause acute and chronic infections by entering body either directly or through breaks in the skin. First sentence മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ബയോളജിക്കൽ ഹസാർഡ്സ് ഇൻക്ലൂഡ് ചെയ്തത് എന്തൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗി ആൻഡ് അതർ ലിവിംഗ് ഓർഗാനിസംസ്. ഇതൊക്കെയാണ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബയോളജിക്കൽ ഹസാർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗി ആൻഡ് അതർ ലിവിംഗ് ഓർഗാനിസം. ഇത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ. അപ്പൊ ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ജീവജാലങ്ങളുമായിട്ട് അല്ലെങ്കിൽ ജീവനുള്ളതായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? വൈറസ് ഉണ്ടാവാം, ബാക്ടീരിയ, ഫംഗസ്, അതുപോലെ തന്നെ ലിവിംഗ് ഓർഗാനിസം, ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ. ഇവയെല്ലാം നമുക്ക് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇൻഫെക്ഷൻസ്. അക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻസ്. എന്താ ക്രോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ഡിസീസസ് പഠിച്ചിട്ടുണ്ടോ? ക്രോണിക് ഡിസീസസ് ഓർമ്മയുണ്ടോ പഠിച്ചത്? നിങ്ങളാണോ പഠിച്ചത്? ഞാനാണോ പഠിച്ചത്? ലോങ് ടേമിലുള്ളത് അല്ലെ? പെർമനന്റ് ആയിട്ട് ദീർഘകാലം നിൽക്കുന്ന അസുഖങ്ങളാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ് ക്രോണിക് ഡിസീസസിന്? എക്സാമ്പിള് ക്രോണിക് ഡിസീസസ്. COPD ക്രോണിക് ആണോ? ഓക്കെ. ബ്രോങ്കൈറ്റിസ്, ക്യാൻസർ, ബ്രോങ്കൈറ്റിസ് ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ക്രോണിക് ഡിസീസസ് കേട്ടോ. ഓക്കെ. നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്രോണിക് ഡിസീസസുകൾ വരാവുന്നത് അത് എൻറ്ററിങ് ദ ബോഡി എയ്തർ ഡയറക്ട്ലി ഓർ ത്രൂ. നമ്മുടെ ശരീരത്തിൽ നേരിട്ടോ അല്ലാതെയോ നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് കടന്നു ചെല്ലുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിലപ്പോൾ മറ്റൊരാളിൽ നിന്നുമായിരിക്കാം വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നത്. ഇപ്പൊ കോവിഡ് ഒക്കെ വന്നത് എങ്ങനെയാണ്? ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരു വൈറസ് വായുവിലൂടെയും മറ്റുമൊക്കെയാണ് നമ്മുടെ വൈറസ് പകരുന്നത് അല്ലെ? അപ്പൊ അത് പല രീതിയിലും അത് ചിലപ്പോ സ്കിന്നിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ വൈറസുകളും മറ്റും പ്രവേശിക്കാം. ഇത് സ്കിന്നിന് പ്രോബ്ലംസ് ഒക്കെ സ്കിന്നിലൂടെയും മീൻസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം. അതോടൊപ്പം തന്നെ ഇത് കൂടുതലായിട്ടും എന്താണ് ക്രോണിക് ഇൻഫെക്ഷൻസിലോട്ട് ഉണ്ടാക്കുന്നത്. വിട്ടുമാറാത്ത അസുഖങ്ങള് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഒരു വൈറസുകൾ ഇതാണ് ബയോളജിക്കൽ ഹസാർഡ്സിൽ മെയിൻ ആയിട്ട് പറയുന്നത്. വിട്ടുമാറാത്ത അസുഖങ്ങൾ വരുന്നു. Then laboratory and medical personnel also can be exposed to biological hazards. അല്ലെ? ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ മറ്റു മെഡിക്കൽ പേഴ്സണൽസും മെഡിക്കൽ സ്റ്റാഫുകളും അവര് സമ്പർക്കം ഈ ബയോളജിക്കൽ ഹസാർഡ്സിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ആരാണ്? ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരും മറ്റു മെഡിക്കൽ പേഴ്സണൽസുമാണ്. Any occupations that result in contact with the bodily fluids pose a risk to workers from biological hazards. അല്ലെ? ഇതും അപ്പോ എന്താണ് ലബോറട്ടറിയിലൊക്കെ തന്നെയാണ് കൂടുതലും ലബോറട്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് തന്നെയാണ് നമ്മൾ ഇതിന്റെ റിസ്ക് എടുക്കുന്നത് കൂടുതലും കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് പോസ് ചെയ്യുന്നവര്, അതായത് ഇപ്പോൾ ലബോറട്ടറിയിൽ നമ്മൾ പറഞ്ഞില്ലേ സാമ്പിൾസ്, യൂറിൻ അങ്ങനെയുള്ള അല്ലെ, യൂറിൻ എന്ന് പറയും, അതുപോലെ തന്നെ രക്തം, കഫം അങ്ങനെയുള്ളവയായിട്ട് കുറച്ചും കൂടി സമ്പർക്കം പുലർത്തുന്ന കോണ്ടാക്ട് ചെയ്യുന്ന പേഴ്സൺസിനാണ് ഈ ഒരു റിസ്ക് കൂടുതലായിട്ട് വരുന്നത്, ബയോളജിക്കൽ റിസ്ക് വരുന്നത്. ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ. കൂടുതലായിട്ടും ലബോറട്ടറി ഫീൽഡിൽ തന്നെയായിരിക്കും ഇത് വരുന്നത്, ബയോളജിക്കൽ ഹസാർഡ്സ് വരുന്നത്. വായിച്ചു നോക്കാം ബയോളജിക്കൽ ഹസാർഡ്സ്.
ഓക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ അപ്പൊ നമ്മള് കെമിക്കൽ ഹസാർഡ്സും ബയോളജിക്കൽ ഹസാർഡ്സ് ആണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രിവെന്റേഷൻ ആണ്. പ്രിവെന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രിവെന്റ് ചെയ്യുക, പ്രതിരോധം അല്ലെ. ഇനി കെമിക്കൽ ഹസാർഡ്സിനെയും തടയാനായിട്ടുള്ള മാർഗങ്ങൾ, കെമിക്കലിനെയും അതുപോലെ തന്നെ ബയോളജിക്കൽ ഹസാർഡ്സിനെയും തടയാനായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലെ 1, 2 പോയിന്റ് ആക്കിയിട്ടാണോ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ചൊരു പാരഗ്രാഫ് പോലെയാണോ? പാരഗ്രാഫ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് 1, 2 ഇട്ടിട്ടുണ്ടോ? പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് ഇടാത്തവരാണെങ്കിൽ ഇഫക്റ്റീവ് പേഴ്സണൽ എന്നുള്ളത് 1ാമത്തെ പോയിന്റ് ആക്കാം. എല്ലാവർക്കും ഡിഫറെന്റ് ആണോ? സ്റ്റാർ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഞാൻ വായിക്കുമ്പോ അതനുസരിച്ചിട്ട് പോയിന്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും പോയിന്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം വായിക്കാം കേട്ടോ. അപ്പൊ പാരഗ്രാഫ് തിരിച്ചിട്ടുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യുക. നോക്കി, 1ാമത്തെ പോയിന്റിൽ പറയുന്ന കാര്യം ഞാൻ വായിക്കാം. ഞാൻ ജസ്റ്റ് വായിക്കുന്നുള്ളൂ, ആദ്യം പോയിന്റ് ഇടാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പ്രിവെന്റേഷനിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, ഇഫക്റ്റീവ് പേഴ്സണൽ ഹൈജീൻ, particularly proper care to minor cuts and scratches, especially those on the hands and forearm, helps keep workers risk to allow level. Okay, അതാണ് 1ാമത്തെ പോയിന്റ്. 1 എന്നുള്ള പോയിന്റ്. ഓക്കെ, 1 എന്നുള്ള പോയിന്റ് ഇടാത്തവരാണെങ്കിൽ അവിടെ 1 ചേർക്കാം. ഓക്കെ, ഇനി 2ാമത്തെ പോയിന്റ് ആണ് നെക്സ്റ്റ്. ഒരു വലിയൊരു പാരഗ്രാഫ്, അത് 2 ഇടാം. ഇത്രേ ഉള്ളൂ, 2 പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, PDF ഇതിനകത്ത് നമുക്ക് സ്ക്രീനിലേക്ക് തന്നിരിക്കുന്നതിനകത്ത് പോയിന്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റില് പോയിന്റ് ഇല്ല എങ്കിൽ 1, 2 എന്നുള്ള പോയിന്റ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് പോയിന്റ് വായിച്ചത് മാത്രം. ഓക്കെ ആണല്ലോ? ഇനി പറയാം. പ്രിവെന്റേഷൻ നോക്കാം. ഇഫക്റ്റീവ് പേഴ്സണൽ ഹൈജീൻ അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള സ്വയം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ശുചിത്വം ഉണ്ടായിരിക്കാം. ദെൻ അതോടൊപ്പം തന്നെ particularly proper care to minor cuts and scratches അല്ലെ, ശരിയായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം. എപ്പോ? മൈനർ കട്ട്സ് ആൻഡ് സ്ക്രാച്ചസ്, ചെറിയൊരു മുറിവാണെങ്കിലും സ്ക്രാച്ചസ്, കോറലോ മുറിവൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായാലും നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാം? അണുക്കളെയും മുറിവിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കും അല്ലെ, ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ലബോറട്ടറിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, ചെറിയൊരു മുറിവല്ലേ അതൊക്കെ ആയിക്കോളും എന്ന് വിചാരിക്കും. പക്ഷേ അവിടുന്ന് മീൻസ് നമ്മൾ അവിടെ പറഞ്ഞു ഒരുപാട് ബോഡി ഫ്ലൂയിഡ്സും മറ്റും ഉണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ഈ ഒരു ചെറിയൊരു മുറിവിലൂടെ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ഇൻഫെക്ഷൻസ് പ്രവേശിക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ നമ്മള് എന്ത് വേണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു മുറിവോ അല്ലെങ്കിൽ പോറലൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി കെയർ കൊടുക്കുക, പേഴ്സണൽ ഹൈജീൻ പാലിക്കുക. എസ്പെഷ്യലി those on the hands and forearms helps to workers risk to allow low level അല്ലെ. അതോടൊപ്പം തന്നെ നമ്മള് കയ്യിലും നമ്മുടെ കൈത്തണ്ടയിലൊക്കെ വരുന്ന ഇതുപോലുള്ള ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കണം. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ അപകടങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാൻ പറ്റുന്നത് അല്ലെ. ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്നത് കുറയ്ക്കാനും അതുവഴി നമുക്ക് അസുഖങ്ങളൊക്കെ വരാതെ മാക്സിമം നോക്കാനും സാധിക്കുന്നു. ഓക്കെ, ഇപ്പോ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം? ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനെ കെയർ ചെയ്യുക. 2ാമത്തെ പോയിന്റ് നോക്കാം. സ്റ്റാഫ് ഷുഡ് പ്രാക്ടീസ് പ്രോപ്പർ പേഴ്സണൽ ഹൈജീൻ. എല്ലാ സ്റ്റാഫുകളും എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ അല്ലെ, ശുചിത്വം പാലിക്കണം. particularly hand washing. Then hospital should provide adequate ventilation. നല്ല വെന്റിലേഷൻ സൗകര്യങ്ങൾ ഒരുക്കുക. അതോടൊപ്പം തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഗ്ലൗസ്, റെസ്പിറേറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം. ആഡിക്വേറ്റ് ഇൻഫെക്ഷസ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റംസ്, കൃത്യമായിട്ടുള്ള ഇൻഫെക്ഷസ് വേസ്റ്റ് ഡിസ്പോസൽ പാലിക്കുക. ഇനിയാ പാലിക്കേണ്ടത്? ബയോമെഡിക്കലിൽ നമ്മൾ പഠിച്ചില്ലേ, ഓരോ കളർ കോഡ് അനുസരിച്ച് ഷാർപ്പ് വേസ്റ്റുകൾ എവിടെയാണോ ആ കളർ കോഡ് ബാഗിൽ തന്നെ നിക്ഷേപിക്കുക. ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലേ, അത് കൃത്യമായിട്ട് കളർ കോഡിൽ ഫിക്സ് ചെയ്തിടാതെ
ഇൻഫെക്ഷൻ ഉള്ളതും ഇല്ലാത്തതും മിക്സ് ചെയ്തിട്ടില്ലാതെ കൃത്യമായിട്ടുള്ള കളർ കോഡുകളിൽ തന്നെ നമ്മൾ എന്ത് വേണം വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുക. Then appropriate controls including isolation instance of particularly contagious diseases such as tuberculosis. Tuberculosis എന്ന് വെച്ചാൽ എന്താണ്? Tuberculosis ക്ഷയം എന്ന് പറയും അല്ലെ, അതൊക്കെ പകർച്ചവ്യാധികളാണ്. TB എന്ന് പറയും അല്ലെ, ക്ഷയം വരുന്നത്. ഇതൊക്കെ നമ്മൾക്ക് അറിയാം പകർച്ചവ്യാധികളാണ്. സോ അങ്ങനെയുള്ള പേഷ്യൻസുകളെ, ഇപ്പോ എക്സാമ്പിൾ ആണ് ട്യൂബർകുലോസിസ് പറഞ്ഞത്. ഇപ്പൊ കോവിഡ് അങ്ങനെ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതിയിലുള്ള പകർച്ചവ്യാധികളുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡിങ് ഐസൊലേഷൻ അല്ലെ, ഐസൊലേഷൻ വെക്കണം. എന്താ ഐസൊലേഷൻ ഉദ്ദേശിക്കുന്നത്? ആളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഐസൊലേറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ്സുകൾ മറ്റും കൊടുക്കുക. അപ്പൊ അത് നമുക്ക് പരമാവധി അസുഖങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കി. 2 പോയിന്റ് ആണ് പ്രിവെന്റേഷൻ. ഇതൊന്നും ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയണില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. അറിയില്ലേ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ഒഴിവാക്കേണ്ടത് അല്ലേ? ഓക്കെ, ഇതൊന്നും നമ്മൾ വായിച്ചു പഠിക്കേണ്ടതല്ലോ, നമുക്കറിയാം കുറെ കാര്യങ്ങൾ. ഇതൊന്നും നമ്മളൊരു ഹോസ്പിറ്റലിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും സെക്ഷനിൽ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം ഇല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചു, നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞാലല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാ എന്ത് ചെയ്യണം അല്ലെങ്കിൽ പ്രിവെന്റേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാലോ. ഡിപ്ലോമ പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തുടങ്ങി ഞാൻ ഫുൾ ആയിട്ട് പറയണം. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെ, ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി എന്താ പറയാ ഓവറോൾ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എങ്കിലും ഏറെക്കുറെ നിങ്ങൾക്ക് അതുവരെ അറിയില്ലാത്ത ഒരു പുതിയൊരു മേഖലയിലോട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല്, ചിലപ്പോൾ ചെറിയൊരു പനി, നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നവർ മാത്രമായിരിക്കും ഈ കൂട്ടത്തിലുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ കൂടുതലായിട്ട് അടുത്തറിഞ്ഞു, എന്തൊക്കെയാണ് അവിടെയുള്ള സേവനങ്ങൾ അല്ലെ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പേഷ്യന്റിന് വേണ്ടി അവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, പഠിച്ചില്ലേ? നിങ്ങളുടെ ആദ്യം ഒരു ഹോസ്പിറ്റൽ എന്താണെന്നുള്ള ഒരു ചെറിയ അറിവ് മാത്രം ഉണ്ടായിരുന്നുള്ളല്ലോ നിങ്ങൾ ഡിപ്ലോമ ചെയ്തപ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ അറിവായിട്ട് അത് മാറി എല്ലാവർക്കും. അല്ലാതെ ചുമ്മാ നിങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രമാണോ, എക്സാമിന് പാസ്സാവാൻ വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്? അല്ല, നമുക്ക് ഭാവിയിൽ എന്താണ്, ഒരു ജോലിയിൽ കയറണം അല്ലേ? ഒരു ജോലിയല്ല ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്യം അതാണോ ലക്ഷ്യം? അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഡിപ്ലോമ കഴിഞ്ഞു, നിങ്ങൾ PG എടുത്തു അല്ലേ? അപ്പൊ നമ്മള് അതിനോട് കൂടി നമ്മൾ ഒരു ആത്മാർത്ഥത കൂടി പുലർത്താൻ പഠിക്കുന്നതിനോട്. വായിച്ചു നോക്കാം. കേട്ടോ. പ്രിവെന്റേഷൻ നമുക്കറിയാലോ, വായിച്ചു നോക്കാം, സിമ്പിൾ ആണത്. Okay, then next one നോക്കാം, ഫിസിക്കൽ ഹസാർഡ്സ്. ഹസാർഡ്സ് കഴിഞ്ഞിട്ട് യാട്ടോ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മള് കെമിക്കലും ബയോളജിക്കൽ ഹസാർഡ്സ് പറഞ്ഞു. ഇനി അതിന്റെ പ്രിവെന്റേഷൻ ആണ് നമ്മളിപ്പോ വായിച്ചത്. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫിസിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാണ്. ദെൻ വീണ്ടും അതിന് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഫിസിക്കൽ ഹസാർഡ്സിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്. The next one, economic hazards. എന്തൊക്കെയാണ് economic hazards? അതിന് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതുകൂടി കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിന്റെ ആദ്യ സെക്ഷൻ കഴിയുള്ളൂ കേട്ടോ. ഒരുപാട് തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലെ, എന്തിനെങ്ങനെ ഇത്ര പോയിന്റ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് തന്നെ വീണ്ടും സബ് പോയിന്റ് ആയിട്ട് ഒരുപാട് പറഞ്ഞ് ഈ ചാപ്റ്റർ വളരെ ലെങ്തി ആക്കിയത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? കുറച്ചു വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ.
കുറച്ച് പേരുണ്ട്. എർഗോണമിക് ആണോ എന്ന്? ഓക്കെ, എർഗോണമിക് ആണ്. എർഗോണമിക്കിന് മുന്നേ ഫിസിക്കൽ ഹസാർഡ്സ് ആണ് കേട്ടോ. നോക്കാം, ഫിസിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ്, അണ്ടർലൈൻ ചെയ്യണേ, എന്തൊക്കെയാണ് ഫിസിക്കൽ ഹസാർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് റേഡിയേഷൻ, നോയ്സ്, വൈബ്രേഷൻ, ഇലുമിനേഷൻ ആൻഡ് ടെമ്പറേച്ചർ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് ഫിസിക്കൽ ഹസാർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോടെ, ഡാഷ് ഇൻക്ലൂഡ്സ് റേഡിയേഷൻ, നോയ്സ്, വൈബ്രേഷൻ, ഇലുമിനേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇലുമിനേഷൻ എന്ന് വെച്ചാൽ എന്താ മലയാളത്തില? ഇലുമിനേഷൻ ലൈറ്റനിങ്ങിലെ, അതായത് ലൈറ്റ് പ്രകാശം മീൻസ് നമ്മള് റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ലൈറ്റിംഗ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള പ്രകാശം. നോക്കാം, in occupations where there is an exposure to ionizing radiation, time, distance and shielding are main tools in ensuring workers' safety. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെയാണ്. റേഡിയേഷൻ, റേഡിയോളജി പഠിച്ചതാണല്ലോ, പഠിച്ചു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്? റേഡിയേഷൻസിൽ എങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട്, കുറെ ഒരുപാട് നമ്മൾ റിസ്കുകളും കാര്യങ്ങളും അതിൽ പഠിക്കുന്നുണ്ട്, പഠിച്ചോ അല്ലേ? അപ്പൊ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പേഷ്യന്റിനായാലും അല്ലെങ്കിൽ അതിന്റെ ഒക്യുപ്പേഷൻസ് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും സേഫിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് റേഡിയേഷൻസിൽ? റേഡിയേഷൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമാക്കാൻ വേണ്ടി സ്റ്റാഫിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഡോസിമീറ്റർ ഓക്കെ, സേഫ്റ്റി മെഷേഴ്സ് വേണം അല്ലെ? അതായത് ഇതുപോലെ നമ്മള് PPE ധരിക്കുക, then അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, then ടൈം എന്ന് വെച്ചാൽ എന്താണ്? കറക്റ്റ് നമുക്ക് ആ ഒരു പേഷ്യന്റിന് നമ്മള് ട്രീറ്റ്മെന്റിന്റെ ടൈം മാത്രം നമ്മൾ അവിടെ ആ ഒരു എന്താ പറയാ ഒരു സമ്പർക്കം പുലർത്താണ്. അല്ലാത്ത ടൈം നമ്മൾ കറക്റ്റ് തിരിഞ്ഞ് നിൽക്കുക. അതുപോലെ തന്നെ റേഡിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു സെക്ഷൻ മാത്രമായിരിക്കും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി ബോഡി പാർട്സ് ഒക്കെ എന്ത് ചെയ്യും? ബാക്കി ബോഡി പാർട്സ് ഒക്കെ മറച്ച് ക്ലോസ് ചെയ്തിട്ട് ആ ഒരു സെക്ഷൻ മാത്രമാണ് നമ്മൾ കവർ ചെയ്യും അല്ലേ? അങ്ങനെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഏത് ബോഡി പാർട്സിലേക്കാണ് റേഡിയേഷൻ ചെയ്യേണ്ടത്, ഇവിടേക്ക് മാത്രമാണ് നമ്മൾ ആ റേഡിയേഷൻ ഇത് കൊടുക്കുന്നത്. ഇത് പറയുന്നത് എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ, സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടൈം കീപ്പ് ചെയ്യാം. അതുപോലെ ഡിസ്റ്റൻസ് വേണം, ഷീൽഡിംഗ് ഒക്കെ വെക്കുക. ഷീൽഡ് നമുക്ക് പഠിച്ചിട്ടുണ്ടോ? റേഡിയേഷൻസില് പഠിച്ചിട്ടുണ്ട് നമ്മള്. ദെൻ അതുപോലെ തന്നെ നമ്മള് ഷീൽഡിങ്ങും കാര്യങ്ങളും വെക്കുക. അതുപോലെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഡേഞ്ചർ ഫ്രം എ റേഡിയേഷൻ ഇൻക്രീസസ് വിത്ത് ദ എമൗണ്ട് ഓഫ് ടൈം വൺ ഈസ് എക്സ്പോസ്ഡ് ടു ഇറ്റ്. Hence, the shorter the time to exposure, the smaller radiation danger. അതായത് നമ്മൾ ആ ഒരു എക്സ്പോഷർ സമ്പർക്കം കുറവാണെങ്കിൽ നമ്മളുടെ റേഡിയേഷന്റെ റിസ്ക്കും കുറവായിരിക്കുന്നത്. അതായത് ആ ഒരു പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ മാത്രം ആ ഒരു ടൈം മാത്രം അത് എന്ത് ചെയ്യുക? പ്രവർത്തിപ്പിക്കുക. ദെൻ സ്റ്റാഫും അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുക. കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല, സമ്പർക്കം പുലർത്താൻ പാടില്ല ആ ഒരു ഏരിയയില്. പേഷ്യന്റിന് നമ്മൾ ആ ഒരു പരിചരണം കൊടുക്കാൻ ആ ഒരു ടൈമിൽ മാത്രം അവിടെ നിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയ മാത്രം ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റിസ്ക് അങ്ങനെ ഒഴിവാക്കാം. വായിച്ചു നോക്കിയ ഫിസിക്കൽ ഹസാർഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പ്രിവെന്റേഷൻ ആണ്. പ്രിവെന്റേഷൻസിൽ 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാറുണ്ട് പ്രത്യേകം. ഓക്കെ, ഞാൻ വായിക്കാം, എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ് ആണ് അതിൽ പറയുന്നത്. ആ 3 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഡിസ്റ്റൻസ് ഓൾസോ ഈസ് എ വാല്യുബിൾ ടൂൾ ഇൻ കൺട്രോളിംഗ് എക്സ്പോഷർ ടു ബോത്ത് അയണൈസിംഗ് ആൻഡ് നോൺ അയണൈസിംഗ് റേഡിയേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
ഡിസ്റ്റൻസ് അകലം പാലിക്കുന്ന എന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു റേഡിയേഷന്റെ റിസ്ക് കുറയ്ക്കുന്നതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ആ ഒരു സോഴ്സിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അണ്ടർലൈൻ ചെയ്തോ? ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ഡിസ്റ്റൻസ് ആ ഒരു ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. റേഡിയേഷൻ ലെവൽസ് ഫ്രം some sources can be estimated by comparing squares of distance between the worker and source. Then, for example, a reference point 10 feet from source, the radiation is 1/100 of the intensity at 1 foot from source. Just an example പറഞ്ഞിരിക്കുകയാണ് അല്ലെ. മാക്സിമം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇവിടെ പറയുന്നത് റേഡിയേഷൻ സോഴ്സിൽ നിന്നും നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന ആ ഒരു സോഴ്സിൽ നിന്നും ഒരു 10 ഫീറ്റ് 10 അടി അകലത്തിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ഓക്കെ. 1/100 എന്നുള്ള ആ ഒരു ഇതാണ് അതിന്റെ തീവ്രത എന്ന് പറയുന്നത് 10 ഫീറ്റ് അകലത്തിൽ നിൽക്കുകയാണ്. അവിടെ മാക്സ് കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. ഡിസ്റ്റൻസ് എന്നുള്ള പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. നമ്മൾ അണ്ടർലൈൻ ചെയ്തില്ലേ, അത് മാത്രം ഒന്ന് പഠിക്കാം. ഓക്കെ. പിന്നെ അവർ പറഞ്ഞിരിക്കുകയാണ് 10 അടി നീളത്തിൽ അകന്ന് നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. Then അടുത്തത് അണ്ടർലൈൻ ചെയ്യാം. Shielding also is a way to protect against radiation. അത്രയും മതി. ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ റേഡിയേഷനെ നമുക്ക് പ്രൊട്ടക്ട് അഗേൻസ്റ്റ് ആണ്, അതിനെ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാർഗമാണ് ഷീൽഡ് ചെയ്യുന്നത്. ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഷീൽഡിംഗ് അണ്ടർലൈൻ ചെയ്തോ ആ ഒരു സെന്റൻസ്. Then the greater the protective mass between a radioactive source and the worker, the lower the radiation exposure. ഷീൽഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയേഷനും എക്സ്റേയും നമുക്ക് അധികം എഫക്ട് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് അടുത്തത് അണ്ടർലൈൻ ചെയ്യാം. നേരത്തെ നിങ്ങൾ ഡോസിമീറ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ. ബാഡ്ജസ് ഫോർ ടെക്നീഷ്യൻ. Radiation safety badges are provided to the X-ray technicians for monitoring radiation. Underline ചെയ്യാം. അതായത് ഡോസിമീറ്റർ തന്നെയാണ് ബാഡ്ജസ് എന്ന് പറയുന്നത്. ഡോസിമീറ്റർ തന്നെയാണ് ഇത്രത്തോളം റേഡിയേഷന്റെ ആ ഒരു മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ബാഡ്ജസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ അതിന്റെ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. അടുത്ത ക്ലാസ്സിലെ ബാഡ്ജസിന്റെ നമ്മൾ ഈ ഡോസിമീറ്ററിലെ ബാഡ്ജസിന്റെ പിക്ചർ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ. 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ്, ഷീൽഡിങ്, ബാഡ്ജസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം അത് സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരുപാട് സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലാക്കി എടുക്കണം നമ്മള്. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? എടുത്തത്ര നോക്കിയാണോ? നിങ്ങൾക്ക് പറയാനുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. മ്യൂട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ടീച്ചർ. ഓക്കെ ആണോ? ഓക്കെ. കാരണം ഇത് ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരുപാട് ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10ാമത്തെ ക്ലാസ്സോ അല്ലെങ്കിൽ 9ാമത്തെ ക്ലാസ് ആയിരിക്കാം അല്ലെ ഈ ഒരു ചാപ്റ്റർ ആണോ? മേബി 10ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നണം അല്ലേ? അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചാപ്റ്റർ തീർന്നില്ലല്ലോ എന്ന്. കുഴപ്പമുണ്ടോ? ബോറായിട്ട് തോന്നിയോ 10 ക്ലാസ് പോയിട്ട്? ഇല്ല മാം, അങ്ങനെയൊന്നുമില്ല. മാക്സിമം കുറച്ച് എടുത്ത് പോകുന്നത്. കാരണം ഒരുപാട് എടുത്താൽ അത് മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ നമ്മൾ പഠിച്ചതായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് എല്ലാം തന്നെ അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് കുറച്ച് എക്സാമ്പിളെ കുറിച്ച് പറയുമ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ എടുക്കാം. നന്നായിട്ട് വായിക്കാം. ഇനി കുറെ ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് സമയം കിട്ടുന്നത് പോലെ മിസ്സായിട്ടുള്ള ക്ലാസ്സുകൾ ആദ്യം കാണാം, എന്നിട്ട് നിങ്ങൾക്ക് ഇത് വായിക്കാം. കാരണം നമ്മൾ വെറുതെ വായിച്ചിട്ട് ചിലപ്പോൾ അത് മനസ്സിലാകില്ല. അതുകൊണ്ട് ക്ലാസ് കണ്ടതിന് ശേഷം വായിക്കാം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഓക്കെ. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.